Students, welcome back to our cloud computing class. നമുക്കറിയാം നമ്മൾ ഇത്രയും നേരം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തത് ഒരു യൂസർ എന്നുള്ള ഒരു ലെവലിൽ നിന്നാണ്. ഒരു എൻഡ് യൂസറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ക്ലൗഡ് യൂസ്ഫുൾ ആവുന്നത്. ഇനി നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഹൗ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹെൽപ്സ് ദം. ഓക്കെ, ഡെവലപ്പിംഗ് ക്ലൗഡ് സർവീസസ്, അതായത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു ഡെവലപ്പർ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് a lot to software developers who can now develop web-based applications that take advantage of the power and reach of cloud computing. Okay, നമ്മൾ ക്ലൗഡിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പഠിച്ചില്ലേ. അപ്പം how this cloud computing helps the software developers. Okay, many prominent companies devote significant resources to cloud service development tools. So the companies like Amazon, Google, etc. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഒരു സെർവർ അതിനു വേണ്ടി വാങ്ങിച്ചിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയാണ്, നമ്മൾ ക്ലൗഡിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ക്ലൗഡ് ഹെൽപ്പ് ദിസ് ഡെവലപ്പേഴ്സ്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മളൊരു ഐ ടി ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഐ ടി ഡിപ്പാർട്ട്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ കമ്പനി, അതിൽ ഐ ടി റിലേറ്റഡ് സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് ഐ ടി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഐ ടി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ഡെലിവർ അഡിക്വേറ്റ് കമ്പ്യൂട്ടിംഗ് പവർ ആൻഡ് ഡാറ്റ സ്റ്റോറേജ് ടു ഓൾ യൂസേഴ്സ് വിത്തിൻ ദ കമ്പനി. ഓക്കെ, അപ്പൊ ഈ കമ്പനിയിലുള്ള ഓരോ യൂസേഴ്സിനും ആവശ്യമുള്ള റിസോഴ്സസും സോഫ്റ്റ്വെയർസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി. ഓക്കെ, സോ ദേ ഹാവ് ടു പ്രൊവൈഡ് ദിസ് സർവീസസ് വിത്തിൻ എ സെറ്റ് ബഡ്ജറ്റ്. ഓക്കെ, അതായത് ഈ കമ്പനിക്ക് ഒരു പീക്ക് നീഡ്സ് ഉണ്ടാവും. പീക്ക് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ആ പീക്കിലായിരിക്കണം എന്നില്ല. സംടൈംസ് ഇറ്റ് വിൽ ഗോ ടു ദാറ്റ് പീക്ക്. ഓക്കെ, സോ അത് പ്രൊവൈഡ് ചെയ്യണം. ഇനി അതേപോലെ പുതിയ യൂസേഴ്സ് വരുമ്പം അവർക്കും എന്ത് ചെയ്യണം, സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ ഈ സെറ്റ് ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ച് ഇഫ് ദേ ആർ സെറ്റിംഗ് ദ റിസോഴ്സസ് ഓഫ് ദെയർ ഓൺ, ദ കോസ്റ്റ് വിൽ ബി വെരി ഹൈ. അപ്പൊ അവരുടെ ഈ ബഡ്ജറ്റ്, ഈ പീക്ക് ഡിമാൻഡിനനുസരിച്ച് റിസോഴ്സസ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും ആ പീക്ക് ഡിമാൻഡ് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, സോ എങ്ങനെ ഒരു എക്കണോമിക്കലി ഈ ഒരു സിസ്റ്റം മാനേജ് ചെയ്യുക എന്നുള്ളത്, ഇറ്റ് വാസ് എ ടെഡിയസ് ടാസ്ക് ബിഫോർ ക്ലൗഡ് കംസ്. ഓക്കെ, IT department need a way to increase capacity or add capabilities without investing in new servers and networking gear or licensing new software. അതായത് പുതിയ ആളുകൾ വരുന്നതിനെ സംബന്ധിച്ച്, പുതിയ ഡിമാൻഡ് കൂടുന്നതിനെ സംബന്ധിച്ച്, ക്ലയന്റ് കൂടുന്നതിനനുസരിച്ച് ഒക്കെ ഇവർക്ക് ഈ കേപ്പബിലിറ്റി കൂടണം. പക്ഷെ കോസ്റ്റ് അതിനനുസരിച്ച് ഭയങ്കര എന്താ പറയുക, എക്സ്പോണൻഷ്യലി കൂടാനും പാടില്ല. അപ്പൊ ഇതിനെ നെറ്റ്വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു, ഈ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, then how cloud helped them. എങ്ങനെയാണ് ക്ലൗഡ് ഈ ഐ ടി ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്തത്? ഓക്കെ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് providing the services by hosting in their own, that is the company's servers, they can take advantage of the cloud. Okay, ഒന്നുകിൽ എന്ത് ചെയ്യാം, ക്ലൗഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, ക്ലൗഡിലുള്ള ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യാം. അങ്ങനെ പല ഫോമിൽ ക്ലൗഡ് വിൽ ബി ഹെൽപ്ഫുൾ ടു ദ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്. One instance of an application hosted in the cloud is cheaper and easier to manage than individual copies of similar software installed on each user's desktop PC. അതായത് നമ്മൾ ക്ലൗഡിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്, ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലൗഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ക്യാൻ ബി ആക്സസ് ഫ്രം എനിവെയർ. ഓക്കെ, അപ്പോൾ അത് ഓരോ യൂസറിന്റെ പി സിയിലും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദേ ക്യാൻ റൺ ഫ്രം ദ ക്ലൗഡ്. Okay, upgrading a cloud app only has to be done one time. അതായത് നിങ്ങൾ ഇങ്ങനെ ക്ലൗഡിലാണ് ഹോസ്റ്റ് ചെയ്തെങ്കിൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോൾ that is needed to be done only once. But if it was installed on the user's machine, it has to be done. That is, upgradation has to be done in all these machines. Okay, so compared to this individual machine, cloud hosting becomes easy. Then
The main advantage, that is cloud enabled collaboration. Okay, that is if many users collaborate on a project, then if it is hosted in the cloud, then that will be helpful for the software developers. Most small companies don't have the staff, resources, hardware, or budget to develop and maintain their own application or to deal with the rigors of maintaining secure environment. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി, നിങ്ങളിപ്പോൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, എല്ലാ റിസോഴ്സും നിങ്ങൾ ഒരു ഇൻഡിവിജ്വലി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ദ കോസ്റ്റ് വിൽ ബി വെരി ഹൈ. ഓക്കെ, ബട്ട് if we are using the cloud resources, ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മെജോറിറ്റി യൂസ് ചെയ്യുന്നത് ക്ലൗഡ് ബേസ്ഡ് സർവീസസ് ആണ്. അപ്പോൾ പക്ഷെ ഒരു 4-5 കൊല്ലത്തിന് മുമ്പ് ഇതായിരുന്നില്ല കേസ്. ഓക്കെ, അതായത് ഇൻഡിവിജ്വലി ഓരോ കമ്പനീസും അവർക്ക് വേണ്ട അപ്ലിക്കേഷൻസും സെർവേഴ്സും ഒക്കെ അവർ തന്നെ സെറ്റപ്പ് ചെയ്യുന്നായിരുന്നു. സോ ദിസ് തിങ്, ദാറ്റ് ഈസ് ദ ക്ലൗഡ് റിലേറ്റഡ് ക്ലൗഡ് ബേസ്ഡ് അപ്ലിക്കേഷൻസ് ആർ വെരി യൂസ്ഫുൾ ഫോർ സ്മോൾ ബിസിനസ്സസ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് മച്ച് ബഡ്ജറ്റ് ടു ഇൻവെസ്റ്റ് ഓൺ ദിസ് setting up and all. By hosting locally developed web application within cloud, the small business avoid the cost of purchasing expensive hardware to host similar application. Okay, അതായത് ക്ലൗഡ് ആപ്ലിക്കേഷൻ ക്ലൗഡിലെ പ്ലാറ്റ്ഫോം വെച്ച് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഇൻഡിവിജ്വലി നമ്മുടെ ലോക്കലി ഡെവലപ്പ് ചെയ്യാം. ഈ ഡെവലപ്പ് ചെയ്തത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് എന്താണ് അവിടെ ഈ ഹാർഡ്വെയർ കോസ്റ്റും പിന്നെ അതേപോലെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം മുമ്പൊക്കെ നമ്മൾ നമ്മുടെ സെർവറിൽ തന്നെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ട് ഒരു ഇത്ര നമ്പർ ഓഫ് ഹിറ്റ് വരുമ്പോഴത്തേക്കും അത് ഡൗൺ ആയി. പക്ഷേ നമ്മളതൊരു ക്ലൗഡിലാണ് ഹോസ്റ്റ് ചെയ്തെങ്കിൽ ദാറ്റ് വിൽ ബി ഡൈനാമിക്കലി മാനേജ്. അപ്പൊ എന്തുണ്ടാവില്ല, ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺ ആവുന്ന ഒരു അവസ്ഥ ക്ലൗഡിൽ ഉണ്ടാവില്ല. Then what are the pros and cons of cloud service development? Pros and cons means advantages and disadvantages. അപ്പോ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പഠിച്ചിരുന്നു. അത് ഒരു എൻഡ് യൂസറെ സംബന്ധിച്ച് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓർ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലൗഡ് സർവീസ് ഡെവലപ്മെന്റ്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ സംബന്ധിച്ച് യൂസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. ദ മെയിൻ അഡ്വാൻറ്റേജസ് എക്കണോമി ഓഫ് സ്കെയിൽ. ഓക്കെ, by taking advantage of the infrastructure provided by cloud computing, a developer can offer better, cheaper and more reliable application than is possible within a single enterprise. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ നമ്മുടേതായ ഒരു സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിസോഴ്സിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ക്ലൗഡിനെ സംബന്ധിച്ച് ക്ലൗഡ് വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ, ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണെങ്കിൽ എന്താണ്, അത് കുറച്ചുകൂടെ ബെറ്റർ സർവീസ് ആയിരിക്കും ഇൻ ചീപ്പർ വേ. ഓക്കെ, ദ കമ്പനി ക്യാൻ യൂട്ടിലൈസ് ദ ഫുൾ റിസോഴ്സസ് ഓഫ് ദ ക്ലൗഡ്. അപ്പോൾ നമ്മളൊരു സെർവർ വാങ്ങി വെച്ച് നമുക്ക് ആ ഒരു സിംഗിൾ സെർവറിന്റെ കപ്പാസിറ്റിയാണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവിടെ നമ്മളൊരു ആമസോണിന്റെ ഒരു സർവീസ് എടുക്കുകയാണെങ്കിൽ, ഗൂഗിളിന്റെ ഒരു സർവീസ് എടുക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ തിയററ്റിക്കലി അൺലിമിറ്റഡ് റിസോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ യൂസറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, റെഡ്യൂസ്ഡ് കോസ്റ്റ്. അപ്പം നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ വാങ്ങി അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. അതേപോലെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു പുതിയ വേർഷൻ വരുന്ന സമയത്ത് അവിടെയും എന്തായി, നമ്മൾ ഒരു പുതിയ പർച്ചേസിങ് കോസ്റ്റ് ഇതൊക്കെ വന്നു. ഇവിടെ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അവർ കോസ്റ്റ് വിൽ ബി വെരി മച്ച് റെഡ്യൂസ്ഡ് ബിക്കോസ് ക്ലൗഡ് ഇസ് പ്രൊവൈഡിങ് വൺ ടു മെനി മോഡൽ. നമുക്ക് മാത്രമല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ടു മെനി clients like us. So the cost will be very less in cloud. Less management effort. അത് നിങ്ങളിപ്പോ ഒരു വെബ്സൈറ്റ് ഒക്കെ ഒരു ടീമിന് ചെയ്ത് കൊടുക്കാന്നായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ സെർവറും കൂടെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനുള്ള കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ ക്ലൗഡിലാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ഒന്നും ആരും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. Okay, everything will be
given by the service provider of that cloud. So there will be less management effort for the software developer. Then rapid provisioning. Okay, quickly providing users with the software they need. അപ്പോൾ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്, റാപ്പിഡ് പ്രൊവിഷനിങ് ഉണ്ട്. ഓക്കെ, അതായത് സെറ്റപ്പ് ചെയ്ത് കോൺഫിഗർ ചെയ്ത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഓട്ടോമാറ്റിക് സ്കെയിലിംഗ്. നമുക്കിപ്പം കൂടുതൽ റിസോഴ്സസ് വേണമെന്ന് കരുതുക യൂസ് ചെയ്യുന്നതിനേക്കാൾ, അപ്പോൾ റാപ്പിഡായിട്ട് നമുക്ക് ആ ഇൻസ്റ്റന്റ് നമ്മൾ റിക്വസ്റ്റ് എടുത്ത് ആ ഒരു സമയത്ത് തന്നെ എന്ത് കിട്ടും, നമുക്ക് resources കിട്ടും. When you need more storage space or bandwidth, companies can just add another virtual servers from the cloud. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ക്ലൗഡ് എന്നുള്ള റിസോഴ്സസ് നമുക്ക് ആഡ് ചെയ്ത്, അതാണ് ഓട്ടോമാറ്റിക് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്കെയിൽ ഡൗൺ ചെയ്യാം. ഈസി ടു അപ്ഗ്രേഡ്. ആപ്ലിക്കേഷൻ ഫീച്ചേഴ്സ് ക്യാൻ ബി ക്വിക്ക്ലി and easily upgraded by upgrading the centralized application instead of manually upgrading individual application located on each and every desktop PC. അതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആ ക്ലൗഡിൽ മാത്രമേ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓരോരോ ഡെസ്ക്ടോപ്പിലും നമ്മളൊരു വെബ് ബേസ്ഡ് ആയിട്ടല്ലേ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിലും പോയിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ക്ലാസ് റൂം നിങ്ങൾ വെബ് ബേസ്ഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ആ ക്ലാസ് റൂം എടുക്കുന്ന സമയത്ത് ഓക്കെ അതെന്താണ്, ഏറ്റവും അപ്ഗ്രേഡഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുക വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആവുന്ന കേസിൽ. ഓക്കെ, then what are the disadvantages of cloud service development? Okay, first one is the potential security risk. നമ്മൾ കഴിഞ്ഞ ദിവസം എൻഡ് യൂസർ പറഞ്ഞ അതേ കേസ് തന്നെ ഇവിടെയുണ്ട്. അതായത് നമ്മൾ ഏറ്റവും സെക്യൂർ ആണ്, ഡാറ്റ ലോസ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് നമ്മളത് ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിലും ദർ മേ ബി എ ചാൻസ്. അപ്പോൾ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ കമ്പനീസിലൊക്കെ അങ്ങനെ ഡാറ്റ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും നല്ല പ്രൊവൈഡേഴ്സിനെ സെലക്ട് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഡാറ്റ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചാൻസ് ലെസ് ആയിരിക്കും. പക്ഷേ എങ്കിലും പ്രോബബിലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്കത് കംപ്ലീറ്റ് സീറോ പ്രോബബിലിറ്റി ആണെന്ന് പറയാൻ പറ്റൂല. ഒരു പോയിന്റ് സം വാല്യൂസ് എപ്പോഴും എന്തുണ്ടാവും, ഒരു സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവും. ഓക്കെ, ഹോസ്റ്റ് ഗോസ് ഓഫ്ലൈൻ. അതായത് നമുക്ക് ഈ പ്രൊവൈഡ് ചെയ്യുന്ന ആള്, ഇപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ആമസോൺ വഴിയൊക്കെ ഹോസ്റ്റ് ചെയ്തു, അപ്പൊ ആമസോൺ എന്തെങ്കിലും കാരണം കൊണ്ട് ഡൗൺ ആയി, അപ്പൊ എന്ത് ചെയ്യില്ല, ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഹോസ്റ്റ് ഗോസ് ഓഫ്ലൈൻ. അപ്പോൾ അങ്ങനെ ഒരു കേസ് ആമസോണിൽ ഉണ്ടായിട്ടുണ്ട് 2008. അപ്പോൾ കുറച്ച് സമയം മാസീവ് ഔട്ടേജ് ഉണ്ടായി. ഓക്കെ, അത് എന്തോ ഒരു അവരുടെ ഒരു ആപ്ലിക്കേഷൻ, അതായത് സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെന്റ് കുറച്ച് സമയത്ത് എന്തോ ഒരു എറർ സംഭവിച്ചതാണെങ്കിലും പിന്നെ അത് മുഴുവൻ റിക്കവർ ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ജിമെയിൽ, ഇപ്പൊ സപ്പോസ് ജിമെയിൽ ഹോസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് കിട്ടിയില്ല, നമുക്ക് ചില സമയത്ത് കിട്ടാതിരിക്കാം. ഒരിക്കൽ ഒരു ഫേസ്ബുക്ക് കിട്ടാതെ ആയ അങ്ങനെയൊക്കെ എന്താ പറയാ അവസ്ഥകൾ ഉണ്ടാകാം. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ദർ ഈസ് പോസിബിലിറ്റി. സോ ദിസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് cloud service development. So thank you. So we discussed what is cloud service development, what are the advantages and disadvantages of cloud service development. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ സംബന്ധിച്ച് എങ്ങനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. താങ്ക് യു.